സോ ഗൈസ്, നമ്മൾ വീണ്ടും വളരെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആഫ്റ്റർ ഐ തിങ്ക് റമദാന് ശേഷമാണ്, അല്ല വലിയൊരുന്നാളിന് ശേഷം നമ്മളൊരു വീഡിയോ ഇടണമെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ മെയിൻ തിങ്, ഒന്നാമത്തെ കാര്യം, നല്ലൊരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് നൈറ്റ് ഒരു കുക്കിംഗ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ വീഡിയോയും കൂടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ കൂടിയും ചെയ്യണ മാതിരി കുറച്ച് മീറ്റ്, റൈസ് കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട്. സോ ആ കുക്കിംഗ് വീഡിയോ ഇൻക്ലൂഡാണ്. 2 പാർട്ടായിട്ട് ഞാൻ കരുതുന്നു ഇറക്കണമെന്ന്. സോ നമുക്കൊന്ന് കണ്ടുവരാം. ഞാൻ ഈ സാധനം വാങ്ങാൻ മേടിക്കാം പോകണം. നമുക്ക് അതിന് മുന്നേ നമ്മളെ ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്താ ഒരുത്തൻ കണ്ണൊന്നും തിരുമ്പി വരുന്നുണ്ട്, ഉറക്കൊന്നും ഇപ്പോൾ നീച്ച് വരാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വരുന്നതാ, അടുത്തതാവില്ല. വീഡിയോ എടുക്കണാനായിട്ട് അന്തം വിട്ട് നോക്കണതൊക്കെ താഴത്തേക്ക് നോക്കി പോരോ. ഒരുത്തൻ അവിടെ ഉണ്ട്, കാണുമോയെന്നറിയില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇനി എനിക്ക് സാധനം മേടിക്കാൻ പോകണം. സോ ചിക്കൻ ആൻഡ് റൈസ് രണ്ടുമാണ് നമുക്ക് മേടിക്കാറുള്ള. കുറച്ച് സാധനങ്ങൾ ഇവിടെ റൂമിലുണ്ട്. സോ കുക്കിംഗ് ഇപ്പോഴല്ല, നൈറ്റാണ്. മുല്ല ഈസ് ഗോയിങ്. भैया 2 किलो. सो 2 किलो चिकन. 2 किलो चाहिए बस. चाहिए. फ्लेवर यावनी सास करना चाहिए. यावनी में 2 बड़ा किलोग्राम पैसा सही रहा है, सही रहा, सही रहा. 2 नहीं क्या है? 2 किलो. 2 किलो. सो इधर चिकन कटिंग. भैया तुम्हारा नाम? सजिद. हाँ सजिद. सजिद भाई. ये बिरयानी की है ना, अभी थोड़ा बड़ा बिरयानी में ഇങ്ങനെയാണ് കോയിനെ മുറിക്കാൻ കാണാത്തോട് കണ്ടുള്ളൂ. കോയിനെ മുറിക്കണം എങ്ങനെയാണ്? मैं जाता हूँ उधर से रुक हाँ ठीक है. സോ മൂപ്പര് ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് 2 കിലോ ചിക്കനാണ്. അതായത് 1 കിലോ, ഒരു കോഴിക്കൊരു 15 ഗ്രംസ് അങ്ങനെ എന്തോ. ടോട്ടൽ 30 dirhams. സോ ചിക്കൻ മാത്രം 30 dirhams. നാട്ടിലത്തെ 750 റുപ്യ, അറൗണ്ട് 280 റുപ്യ റേഞ്ചിൽ വരും. ഓക്കെ, ഇവിടുത്തെ കോഴിക്ക് ഇറച്ചി കമ്മിയാണോ എന്നുള്ള ഡൗട്ട് എനിക്ക് തോന്നിയിരുന്നു. നാട്ടിലത്തേനെ അപേക്ഷിച്ചു. നാട്ടിലത്തെ കോഴി കാരണം വലിയ കോഴികളിക്കാരം. പക്ഷെ ഇവിടെ എനിക്ക് ചെറിയ കോഴിയാണ്. ആ കോഴിനെ കുറച്ച് എന്താ പറയുക, മസ്കുലർ കോഴികളാണ്. ഞാനൊരു കൂടി ഇവിടെ വാങ്ങിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു. പിന്നെ ഇവിടെ ഇവർ ഇടുന്ന ഡ്രസ്സ്, അതായത് അത് ഹൈജീനിക്ക് ഇവിടെ മസ്റ്റാണ്. ഇവിടെ നല്ല ഹൈജീനിക്ക്. ചില്ലറിലൊക്കെയാണ് വെക്കണമെങ്കിലും നല്ല ഹൈജീനിക്ക്. അവിടെ മട്ടനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കിയാണ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് മട്ടനും കാര്യങ്ങളൊക്കെ വാങ്ങാറ്. ഓക്കെ, ഇത്രയും പോകുന്ന വലിയൊരു ചില്ലറിൻ്റെ ഉള്ളിലാണ് സാധനങ്ങളൊക്കെ വെക്കുന്നത്. സോ ഈ ചിക്കൻ കട്ടിങ് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ കാണാം. മൂപ്പര കട്ടിങ് കണ്ടിട്ട് നമുക്ക് ഡ്രസ്സ് ഉണ്ടല്ലേ, അതിൽ പ്രൊഫഷണലിസം നമ്മൾ കാണണം. നമ്മളതിലത്തെ പ്രൊഫഷണലിസം കാണണം. അതുവരും കാണാതെ പോകും. നമ്മൾ ബിരിയാണിക്കാണ് ഇപ്പോൾ അത്യാവശ്യം മുഷ്കിലായി. ये तो अच्छा है. ठीक है, थैंक यू. പതിയെ സംസാരിക്കാൻ വേറൊന്നുമല്ല, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അതാണ് കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനമാണ്. ഫ്രൈ ചെയ്താണ്ട് സെറ്റാക്കുന്ന സാധനം. ഫ്രൈ ചെയ്യണം, അതോടൊപ്പം തന്നെ റൊട്ടി കഴിക്കണം. ഒരുപാട് പണിയുണ്ട്. ഇവിടെ വേറെ മീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പല മട്ടൻസ് ഉണ്ട്.
ഇതുണ്ടോ, ഇന്ത്യൻ മട്ടൺ ഇമ്പോർട്ടഡ് ആണ്, ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആണ്. പാകിസ്ഥാനി മട്ടൺ. പിന്നെ ഐ ഡോണ്ട് നോ, കാരണം അറബി എനിക്ക് പ്രശ്നമില്ല. ഓഫ്കോഴ്സ് അറബി വായിക്കാൻ അറിയാം, പക്ഷേ അതെന്താണ് അതിൻ്റെ മീനിങ് അറിയില്ല. ഇത് ഐ തിങ്ക് ബീഫാണ് തോന്നുന്നു, ഓർ മട്ടൺ. ഇന്ത്യൻ ബോബി ഐ ഡോണ്ട് നോ. പിന്നെ അത് കോഴിയാണ്. സോ അതൊക്കെ ഇവിടെ അല്ലേ, ഞങ്ങൾ പാകിസ്ഥാനിലാണ് അധികം സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാറുള്ളത്. എനിക്കറിയില്ല, അപ്പോൾ എനിക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നല്ലൊരു കണ്ണാടിയൊക്കെ ഉണ്ട് അല്ലേ. സോ അതൊക്കെ ഇവിടെ വളരെ അടിപൊളിയാണ്. റെഡി, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് താങ്ക് യു. സോ നമുക്ക് ഇപ്പോൾ ചിക്കൻ കിട്ടിയിട്ടുണ്ട്, കാണാനോ. ഇനി പരിപാടികളുണ്ട്, പക്ഷേ ഇനി എനിക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം, അതിന് ശേഷമേ മറ്റു പരിപാടികളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. കാരണം ദിസ് ഈസ് മൈ ലഞ്ച് ടൈം. സോ ഐ വാണ്ട് ടു ഈറ്റ് സംതിങ്, യുനോ. ഇവിടെ ദുബായിൽ വന്നപ്പോൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. കുറേയൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയും. അപ്പോൾ ഇനി എൻ്റെ റൂമിലോട്ട് പോകണം. റൂമിലോട്ട് പോയി ഭക്ഷണം കഴിച്ച്, ഇവിടെ ഭയങ്കര വെയിലാണ്, ഇപ്പോൾ ചൂടായിക്കൊണ്ട് വരുന്നു. അതിന് മുന്നത്തിൽ ഇവിടെ നിന്ന് റൂമിൽ എത്തണം. സോ ഞാൻ റൂമിൽ പോയി തരാം. ഇനി ഒന്നാമത്തെ കാര്യം പിന്നെ ഭക്ഷണം, ദാറ്റ്സ് മെയിൻ തിങ്. ഫുഡ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യവും അതൊരു കാര്യം. പൊതുവെ എല്ലാവർക്കും ഉണ്ടാവാത്ത കാര്യം അല്ലെങ്കിൽ ഉള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭക്ഷണം കഴിക്കുള്ളൂ, വേറെ എന്ത് കാര്യം അതിൽ കുറഞ്ഞൊരു പരിപാടിക്ക് നമ്മൾ നിൽക്കില്ല. ഫസ്റ്റ് മെയിൻ തിങ് ഫുഡ് കഴിഞ്ഞിട്ട് എന്ത് നമ്മൾ കഴിക്കും. ഓക്കെ, ഇപ്പോൾ ടൈം 1:45 കഴിഞ്ഞിട്ടുണ്ട്. 1:45 കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പെട്ടെന്ന് എനിക്ക് റൂമൊക്കെ എത്തണം. ഇതൊരു പൂച്ചൊക്കെ കിടക്കണമെങ്കിൽ പൂച്ച പോയി പള്ളിയിലുണ്ട്. ഇതിനൊക്കെ ഗർഭിണിയാണോ ഇതിന് ഞാനും ഉത്തരവാദിയല്ല. ഇപ്പോഴത്തെ ഫേമസ് കഫേയാണിത്, ബ്രോക്കർ കഫേ. ഞാൻ ആര് ചോദിച്ചാലും ലൊക്കേഷൻ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ബ്രോക്കർ കഫേ. അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ. അപ്പോൾ അതാകുമ്പോൾ എല്ലാവർക്കും ഒരുവിധം കിട്ടും. പക്ഷേ ഈ ബ്രോക്കർ കഫേ എനിക്ക് തോന്നുന്നു പിന്നെ വല്ലാണ്ട് ആൾക്കാരുടെ ഇടയിൽ അറിയില്ല, പക്ഷേ കുറേ ആൾക്കാർക്കൊക്കെ അറിയിച്ചു. ഇവിടെ എല്ലാവർക്കും ഒരുവിധം വല്ലാതെ ആർക്കും അറിയില്ല. പറഞ്ഞങ്ങനെ അറിയുന്നല്ലാതെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ പെരുന്നാളും കൂടി ഒന്ന് പറയുള്ളൂ. ആ പെരുന്നാളിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണുന്നുണ്ട്. നിങ്ങൾ ഈ വാക്കിലൊക്കെ കണ്ടുകൊണ്ട് വാക്കിൽ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ മണ്ടിച്ചൊന്ന് നോക്കുമല്ലോ. പെരുന്നാളിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊരു അഹങ്കാരമാണ് നിങ്ങൾക്ക്. നിങ്ങളതൊക്കെ ഒന്ന് പോയി കാണി. ആ പോയും ചെയ്തു. അതാ ആറ്റുനൂറ്റി ലിഫ്റ്റ് വയ്ക്കിയപ്പോൾ അതാരെ മുകളിൽ നോക്കി. ഇത്രയും നേരം ഗ്രൗണ്ട് ഫ്ലോറിലേനി. ഇപ്പോൾ ഏതായാലും നടന്ന് കയറാം. ഫസ്റ്റ് ഫ്ലോറിലല്ലേ, ചാടിക്കാട്ടെ. വേറെ കാര്യം, ഇന്നലെ വീഡിയോ എടുക്കാൻ മറന്നു. ഇന്നലെ ഞങ്ങൾ റെഡിയാക്കിയത് അതൊക്കെ. ആ ബെഡിൽ ഫുള്ള് മൂട്ടേട്ടോ, കയറാട്ടോ. ഇവിടേക്ക് ഒരു മൂട്ട വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാമിലി വിസ എടുത്താണ്ട് വരിക. ഒരു 10 കൊല്ലത്തിൻ്റെ ഗോൾഡൻ വിസ എടുക്കാൻ. അപ്പോൾ പിന്നെ ബെഡാണ് ബാക്കി. അപ്പോൾ റൂമിലോട്ട് കയറി. ഓൾറെഡി എല്ലാവരും എത്തിയത് ഒന്ന്, കാരണം ചെരുപ്പ് കണ്ടില്ല, ഇങ്ങനെ ഒരുത്തം കണ്ടില്ല അവിടെ. സോ കുറച്ച് പണിയാണ്. സോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതാണ് നമ്മളെ റൂം. ആ വിളിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ ദിവസത്തെയും പോലെ റൊട്ടിയും കടലക്കറിയുമാണ്. സോ അത് കഴിച്ചിട്ട് പിന്നെ ബാക്കി മാരിനേഷനും പരിപാടികളൊക്കെ തുടങ്ങണം. കാരണം ഒരു വമ്പം പരിപാടിയാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ വമ്പം പരിപാടി എല്ലാവരും കളറാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. എന്ന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്താണ്ട് എന്തെങ്കിലും ഒന്ന് ഇതാക്കി തരുന്നുണ്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ സ്വന്തം ബക്കാലയിലാണ്. ഇതിൽ കാശ്മീരി മുളക് പൊടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ അരി എടുത്തിട്ടുണ്ട്, 1/2 കിലോൻ്റെ 4 എടുത്തേക്കണം. കറി പൗഡർ എടുത്തരാൻ പറയാം. ഇതിൽ കാശ്മീരി മുളക് പൊടി എവിടെയാണ്? ഉള്ളിലാണ്, ചെറുതുണ്ടാവല്ലേ, നോക്കട്ടെ. അതാണ് കാശ്മീരി മുളക് പൊടി. സോ ഗൈസ്, നമ്മളങ്ങനെ നമുക്കുള്ള അരി
മാരിനേഷനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ വെയിൽ ചൂടായി ഇനി പൊള്ളും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് റൂമിലോട്ട് ഓടണം. ഓടിക്കൂ. സോ ഗൈസ്, നമ്മൾ ഈ ചിക്കൻ മാരിനേഷനും മറ്റു പരിപാടികളിലേക്കും കിടക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനം നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിംഗ് വ്ളോഗാണ്. സോ നമുക്കത് കാണാം. സോ ഗൈസ്, നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ നമ്മളെ കുറച്ച് സാധനങ്ങളാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാരിനേഷൻ ചെയ്ത് സെറ്റാക്കണം. സോ ആദ്യം നമുക്ക് നമ്മൾ ചിക്കൻ എടുക്കാം ഫ്രിഡ്ജിൽ നിന്ന്. അതിന് മുന്നേ ഞാൻ വാങ്ങിയ സാധനങ്ങളാണ് അരി. ഇന്ത്യ ഗേറ്റിൻ്റെ 4 പാക്കറ്റ് അരി, നമ്മൾ മാരിനേഷൻ ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം പാനാണ് ഗൈസ്. പാൻ നമുക്ക് വേണ്ടത് മുളക് പൊടി, തൈര്, നാരങ്ങ, പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ കുക്കിംഗ് ചെയ്യാറെന്ന് നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടാവും. 1 സെക്കൻഡ്, മെസ്സേജ് ഫ്രം സെക്കൻഡ്. ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാറ് ജെമിനിയാണ്. ജെമിനി അമ്മേനെയാണ് ഞാൻ ആശ്രയിക്കാറ്. കണ്ടില്ലേ, ജെമിനി അമ്മായി നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ വെച്ച് നമ്മൾ ഉണ്ടാക്കും. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടി ചിക്കൻ 1.5 കിലോ, 2 കിലോ ചിക്കൻ ഉണ്ട്, പ്രശ്നമില്ല. തൈര് 400-500 ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂണ്. പച്ചമുളക് ചെറിയ ഉണ്ട്, പ്രശ്നമില്ല, നമുക്ക് കുടിക്കാം. നമ്മളെ കഴുകി തയ്യാറാക്കിയെടുത്ത ചിക്കൻ ഒന്നുകൂടി കഴുകി സെറ്റാക്കി സോഫ്റ്റാക്കി. ഇവിടുത്തെ ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, പഴയനാണ് സംഭവം. മസാല പിടുത്തക്കാരൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ചിക്കൻ സോഫ്റ്റാണ്. സോ ഗൈസ്, ഫൈനലി നമ്മൾ ചിക്കൻ ഫുൾ കഴുകിയിരിക്കുന്നു. എനിക്ക് കാണിച്ചു തരാം. നമ്മൾ ചിക്കനാണ് ഇത്, ഫുള്ള് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റാൻഡ് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ഫ്രൈ ചെയ്യാം. സോ അതിനുള്ള എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഉള്ളി അരിഞ്ഞിൻ്റെ ദമ്മ് കണ്ടെന്ന് പോയിട്ടില്ല. സോ അതൊന്ന് അരിഞ്ഞ് സെറ്റാക്കി ഫ്രൈ ചെയ്തിട്ട് മാരിനേഷൻ ആകുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാരിനേഷൻ ചെയ്യാനുള്ള ഉള്ളിയാണ് ഈ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ പീസായോ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമില്ല, നമ്മൾ നല്ല രീതിയിൽ സോ ഇതൊന്ന് ഫ്രൈ എടുക്കും. ഇതൊന്ന് ഫ്രൈ എടുത്തിട്ട്
ബാക്കി വീട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ജെമിനിയിൽ പറഞ്ഞ എല്ലാ പരിപാടികളും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നാട്ടിൽ നിന്നുള്ളൊരു കോളാണ്, കാണാം. ഇത് ഒരു 1.5-2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റിയേക്കാം. ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്ന് കടന്നുറങ്ങട്ടപ്പോൾ തന്നെ. ഓക്കെ, സോ ഗൈസ് വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ നമ്മൾ കിച്ചണിലുള്ളത്. പിന്നെ നമ്മൾ സാധനങ്ങൾ വീണ്ടും ആണ് നമ്മൾ വാങ്ങിയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, 11ക്ക് റിഫ്രഷ്മെൻറ്റിന്. അപ്പോൾ ഇത് ഇവിടെ പണിയെടുക്കുകയാണല്ലോ, പണിയെടുക്കുമ്പോൾ നമ്മൾ റിഫ്രഷ്മെൻറ്റ് ചെയ്യണത്. പിന്നെ ഉള്ളി, മസാലക്കിലെ ഉള്ളി, ഓയിൽ. സോ ഇത് മാത്രമാണ് നമ്മൾ വാങ്ങിയത്. ഇനി ബാക്കി പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അരി കഴുകാൻ നമ്മൾ വെള്ളത്തിലിടുകയാണ്. ओके, तुम्हारा वीडियो नहीं है, ठीक है? ये मेरा वीडियो है, पूरा इसमें डालो, ठीक है? അതായത് നമ്മൾ അരി കഴിക്കുകയാണ്. നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്. എന്തായിക്കണം നമുക്ക് അറിയാം, ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, पूरा इसमें डालो. ये मुझे और जो है उसको करो. क्या है? पूरा डालो. ये मैं डाल दिया. हाँ, लेकिन दूसरा काम आप करो जल्दी जल्दी. मैं नमाज पढ़ जाते हो. ചിക്കൻ പറഞ്ഞൊന്നുമല്ല. പിന്നെ ബാക്കി പണികളൊക്കെ എടുത്തുകൂടി. അപ്പോൾ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ജെമിനിനെ നോക്കാം. അതായത് ജെമിനിയിലാണ് നമ്മളെ ഫുൾ ഡീറ്റെയിൽസ്. ആ ബോലോ. ठीक है. അതായത് പറഞ്ഞൊന്നും പറഞ്ഞല്ല, പെട്ടെന്ന് ബാക്കിയില്ല പണി എടുക്കാം. കാരണം ടൈം നമുക്കില്ല, ടൈം കുറച്ചേ ഉള്ളൂ. സോ നമുക്ക് ജെമിനിയോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാണ്ട് ജെമിനിയോട് ചോദിച്ചു നോക്കാം. ജെമിനിയാണ് നമുക്ക് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ വാട്സപ്പിലോട്ട് പൂരാ വാഷ് കറോ. സോ ഗൈസ്, നമ്മളുടെ മസാല ഇവിടെ റെഡി ആവുന്നുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് ചിക്കൻ ഇവിടെ ഉണ്ട്. സോ ഇവിടെ എനിക്ക് ഒരു 10-200 പണിയാളുണ്ട്. ഞാൻ ഒറ്റക്കാണ്, മുല്ലൻ സ്കെച്ചാൻ വയ്ക്കുകയാണ്. കുറച്ച് പണിയാളുണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്ത് വെക്കട്ടെ. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വലിയ ചെമ്പ് കൂട്ടണോ ചെറിയ ചെമ്പ് കൂട്ടണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഇവിടെ ഒന്നുണ്ട്, ഈ കാണുന്നതൊന്നുണ്ട്, പിന്നെ ആ കാണുന്നുണ്ട്. പിന്നെ നമുക്കുള്ളൊരു കുക്കറാണ്. കുക്കറിൽ പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. കാണുന്നുണ്ടല്ലോ സ്മെല്ല്. സോ നമുക്ക് വെയിറ്റ് ആക്കാം. മുല്ലെത്തിക്കുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിട്ടുണ്ട്. ആ ठीक है. അപ്പോൾ നമ്മൾ റെഡി ആക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫൈനലൈസ് ഈ ചെമ്പ് ഉറപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ചെമ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അതിഥി ഉണ്ടാവും, അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യണ ഈ പരിപാടി എന്തിനാണെന്നാവും, ഇത്രയും വലിയ പാർട്ടി കാര്യങ്ങളൊക്കെ എന്തിനാണെന്ന് അധികം വഴിയെ പറയാനുള്ള ടൈമുണ്ട്. അതിപ്പോഴും സസ്പെൻസാണ്. ഇരിക്കുക. ഇതാണ് നമ്മളെ മെക്കാനിക്, ഗ്യാസ് മെക്കാനിക്ക്. കത്തി പിടിക്കരുത്, അപ്പം നല്ല രീതിയിൽ കൊടുക്കിയേക്കാം മോനെ. ഈ ചെമ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതും സ്പെഷ്യൽ റൗണ്ട് ബിരിയാണി മാതിരി ഉണ്ടാക്കാൻ പോകണം.